सबसे बड़े शोमान നമുക്ക് പാഠഭാഗಕ್ಕೆ कुछ प्रश्न മക്കളുമാരെ ഇതെല്ലാം എഴുതിയെടുത്ത് പഠിക്കണം. പാഠത്തിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ दुनिया के सबसे बड़े शोमैन का एक बहला शोधा इस घटना पर एक रपड़ तैयार करे. ഇത് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നത് ശീർഷക വേണം. ഇതൊരു പത്രവാർത്തയായിട്ടിടുക. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അകലെ ദിൻ കെ സമാചാർ പത്രമേക്ക് സമാചാറായ എന്ന് പറഞ്ഞ് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ആദ്യം നമുക്ക് ശീർഷക് ഷോമാൻ കാ ബഹലാ ഷോ, ഷോമാൻ്റെ ആദ്യത്തെ ഷോ. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഏത് സ്ഥലത്ത് നിന്നാണോ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ് അടുത്തതായി രേഖപ്പെടുത്തുന്നത്. ദക്ഷിണ ലണ്ടൻ. ഗായിക മാം കി ആവാസ് ഖരാബ് ഹുയി തോ ബേട്ട ഷോ മാൻ ബന. ഗായികയായ അമ്മയുടെ സൗണ്ട് മോശമായപ്പോൾ മകൻ ഷോമാനായി മാറി. ദക്ഷിണ ലണ്ടൻ മേം കൽ എഹ് ഘടനാ ഹുയി. ദക്ഷിണ ലണ്ടനിൽ ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ഗായിക മാം സ്റ്റേജ് പർ ഗാ രഹി ഥി. ഗായികയായ അമ്മ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബി ഉസ്കി ആവാസ് പഠിക്കർ ഫുസ്ഫുസാഹട് മേം ബദൽ ഗയി. അപ്പോൾ അവളുടെ സൗണ്ട് ഇടറിയിട്ട് പിറുപിറുപ്പായി മാറി. ലോഗോങ്കോ ബഹലെ എക്ക് മൈക്കിക്ക് കരാബി ലഗി. ആദ്യം ആളുകൾ വിചാരിച്ചത് എന്താണ്, മൈക്കിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചു. മാം സ്റ്റേജ് മേം ഹഡ് ഗയി. സ്റ്റേജ് സേ ഹഡ് ഗയി. അമ്മ സ്റ്റേജിൽ നിന്നും മാറ്റപ്പെട്ടു, ഇറങ്ങി പോകേണ്ടതായി വന്നു. തബി ഉസ്ക 5 വർഷീയ ബേട്ട, 5 വയസ്സുള്ള മകൻ ചാർലി ചാപ്ലിൻ സ്റ്റേജ് പർ ലായാ ഗയ. സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു 5 വയസ്സുള്ള മകനെ. അപ്പനി അതുല്യക്ഷമതാസി, തൻ്റെ അതുല്യമായ കഴിവുകൾ കൊണ്ട് ഉസ്നെ ലോകോങ്കെ മന്മേ സ്ഥാൻ പാലിയ. അവൻ ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഓർ ദുനിയാ കാ സബ്സെ ബെഡാ ഷോ മാൻ ബന. അങ്ങനെ അവൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോമാനായി മാറി. സെക്കൻഡ് ക്വസ്റ്റ്യൻ പത്ര തയ്യാർ കീജിയെ. ലെറ്റർ. സ്റ്റേജ് ഷോ के बीच हुई घटनाओं का उल्लेख करते हुए चापलिन की माम ने उसकी सहेली के नाम पत्र लिखा. वह पत्र तैयार करी. സ്റ്റേജ് ഷോയുടെ ഇടയിൽ സംഭവിച്ച ആ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ചാപ്ലിൻ്റെ അമ്മ ഉസ്കി സഹേലിക്ക് നാം, തൻ്റെ കൂട്ടുകാരിയുടെ പേരിൽ പത്രലിഖ, ലെറ്റർ എഴുതി. വഹ് പത്ര തയ്യാർ കരി. ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. സ്റ്റേജ് ഷോയ്ക്ക് ബീച്ച് ഹുയി ഘടനായോं को उल्लेखन करते हुए ചാപ്ലിൻ ഉസ്കെ സഹേലിക്ക് നാം പത്രലിഖ എന്ന് ചോദിച്ചാലും ഈ സെയിം തന്നെ എഴുതാൻ പറ്റും. ചെറിയ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. മക്കളവർ ശ്രദ്ധിച്ചോണം, സാറത് പറയും. അപ്പം അത് തിരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനാ തന്നേന്ന് പറഞ്ഞ് മറ്റേത് എഴുതാതിരിക്കരുത്. ഓക്കെ. അപ്പോൾ ലെറ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യം എന്ത് വേണം? സ്ഥാൻ ഓർ താരിഖ്. സ്ഥാൻ ദക്ഷിണ ലണ്ടൻ. താരിഖിനെ താരിഖ് എന്ന് രേഖപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ ഡേറ്റ് എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് ഡേറ്റ് അറിയാൻ വയ്യാത്തതുകൊണ്ട് താരിഖ് എന്ന് എഴുതിയാൽ മതി. പ്രിയ മേരി ഡോൺ. അപ്പം അവളുടെ അമ്മയുടെ കൂട്ടുകാരിയുടെ പേര് ഡോൺ എന്നാണ്. നമ്മുടെ ചാപ്ലിൻ എഴുതുവാണെങ്കിലും പ്രിയ മേരെ ഏതെങ്കിലും ഒരു പേരെഴുതിയാൽ മതി, ഇഷ്ടമുള്ള ഒരു പേര്. എന്നിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. കൈസേ ഹോ. ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് കൈസി ഹോ. ചാപ്ലിൻ എഴുതുന്നെങ്കിൽ കൈസേ ഹോ. മനസ്സിലായോ? മയ്യഹാം കുശൽ സേഹും. ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ആശാഹേ തും ഭീ സാനന്ദ് ഹോ. ഞാൻ ആഗ്രഹിക്കുന്നു നിനക്കും സന്തോഷമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ തന്നെ.
കൽ മേരാ ഏക് മ്യൂസിക് പ്രോഗ്രാം ധാ. ഇന്നലെ എൻ്റെ ഒരു മ്യൂസിക് പ്രോഗ്രാമാണ്. ഇത് ചാപ്ലിനാണ് എഴുതുന്നെങ്കിൽ എന്തെഴുതും? കൽ മേരി മാം കി ഏക് മ്യൂസിക് പ്രോഗ്രാം ധാ. സോറി, കൽ മേരി മാം കാ ഏക് മ്യൂസിക് പ്രോഗ്രാം ധാ. ക്യാ കഹൂം, എന്തു പറയാനാ? പ്രോഗ്രാം ശുരു ഹി ഹുവാ ധാ, അതങ്ങനെ തന്നെ എഴുതാം, ചാർലിന് എഴുതുന്നെങ്കിലും. മേരി ആവാസ് പഠിക്കർ ഫുസ്ഫുസാഗഡമേം ബദൽ ഗയി. ചാപ്ലിന് എഴുതുന്നെങ്കിലോ മേരി മാം കി ആവാസ് പഠിക്കർ ഫുസ്ഫുസാഗഡമേം ബദൽ ഗയി. ഇത്രയും വ്യത്യാസങ്ങളെ അവിടെ വരുത്തുന്നുള്ളൂ. മക്കളുമാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ലോക് ചില്ലാനെ ലഗേ, ആളുകൾ കൂകി വിളിക്കുവാൻ തുടങ്ങി. മൈം സ്റ്റേജ് സേ ഹട്ട് ഗയി. ചാർലിയുടെ അമ്മ പറയുകയാണ് മൈം സ്റ്റേജ് സേ ഹട്ട് ഗയി, ഞാൻ സ്റ്റേജിൽ നിന്നും മാറ്റപ്പെട്ടു. അപ്പം ചാപ്ലിനായിരുന്നെങ്കിലോ മേരി മാം സ്റ്റേജ് സേ ഹട്ട് ഗയി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മൈം ഇസ് വിചാർ മേം ധാക്കി ക്യാ കരു. ചാപ്ലിനായിരുന്നെങ്കിലോ എന്താണ്? മേരി മാം ഇസ് വിചാർ മേം ധാക്കി ക്യാ കരു. മനസ്സിലാവുന്നുണ്ടോ? തഭി മാനേജറിനെ ചാർലി കോ സ്റ്റേജ് पर ले गया. അപ്പം ചാപ്ലിൻ എഴുന്നെങ്കിലോ തഭി മാനേജറിനെ മുച്ച്കോ സ്റ്റേജ് पर ले गया, എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഉസ്നെ കമാൽ കർ ദിയ, ലോഗ് ഖുശ് ഹുയി. ഉസേ ബഹത്ത് പൈസെ ഫി ദിയ. അവിടെ പറയുന്നു ഉസ്നെ കമാൽ കർ ദിയ, അവൻ ഭംഗിയായി അത് അവതരിപ്പിച്ചു. അപ്പോൾ ആളുകൾ സന്തോഷം ഉണ്ടാകുകയും ഉസേ ബഹത്ത് പൈസെ ഫി ദിയ. ഇസ് പ്രകാർ മേരി മാൻ കി ഫി രക്ഷാ ഹുയി. ഇത്തരത്തിൽ എൻ്റെ മാനമാണ് രക്ഷിച്ചത്. മനസ്സിലായോ? ഘർമേ സബ് കുശൽ ഹേ നാ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സബ്കോ മേരാ പ്യാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. തുമാരി സഹേലി നാം, അവിടുത്തെ ആരാണ്? ചാർലിയുടെ അമ്മയുടെ പേരാണ് എഴുതേണ്ടത്. തുമാരി സഹേലി, ചാർലിയുടെ അമ്മയുടെ പേരെന്താ? ഹന്ന. മനസ്സിലായോ? തുമാരി സഹേലി നാം, നിൻ്റെ കൂട്ടുകാരി. പേര് അവിടെ നാമെന്ന് കൊടുത്തിട്ടുള്ള, അങ്ങനെ എഴുതിയാലും മതി, കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിൽ അഡ്രസ്സ് എഴുതണം. സേവാമീം, സേവാമീം മീൻസ് ടു. നാം ഓർ പത, പേരും അഡ്രസ്സും. പത മീൻസ് അഡ്രസ്സ്, നാം പേര്, പേരും അഡ്രസ്സും രേഖപ്പെടുത്തുന്നു. ओके नेक्स्ट 5 साल के एक बालक ने हाल को हंसी कर में तब्दील कर दिया. नेक्स्ट क्वेश्चन ആണ് इस शीर्षक पर अखबारों में समाचार आया वह समाचार कल्पना करके लिखी. ഇപ്പോൾ ഹെഡിങ് എഴുതുന്നത് ഞാൻ പറഞ്ഞു, സമാചാർ എഴുതി വാർത്ത തയ്യാറാക്കുമ്പോൾ ഹെഡിങ് വേണം. 5 साल के बालक ने तब्दील कर दिया हाल को हंसी कर में. तब्दील कर दिया मीन्स ബദൽ ദിയ, ബദൽ കർ ദിയ മീൻസ് 5 വയസ്സുള്ള ബാലകൻ ഹാൾക്കോ ഹസി കർമ്മയും തബ്ദീൽ കർ ദിയ, ആ ഹാളിനെ ഒരു ചിരി മന്ദിരമാക്കി മാറ്റി. സ്ഥാൻ അവിടെ താരിക്ക് വേണമെന്നില്ല. 5 साल के बालक ने हाल को हंसी कर में तब्दील कर दिया. ആൻസർ 5 വയസ്സുള്ള കുട്ടി ഹാളിനെ ചിരി മന്ദിരമാക്കി മാറ്റി. കൽ ഷാം കോ സിറ്റി के KKV കൺവെൻഷൻ ഹാൾ में एक घटना हुई. KKV കൺവെൻഷൻ ഹാളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇഷ്ടമുള്ള ഒരു ഹാളിൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേര് എഴുതാം. മാം കാ സംഗീത കാര്യക്രമ ചൽരഗാഥ, അമ്മയുടെ സംഗീത പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്തു? ബീച്ചുമേം ഉസ്കി ആവാസ് ഫുസ്ഫുസാഗഡ്മേം ബദൽ ഗയി. ഇടയ്ക്ക് അവളുടെ സൗണ്ട് ഇടറിയിട്ട് പിറുപിറുപ്പായി മാറി. ലോഗ് ചില്ലാനെ ലഗെ വേ സ്റ്റേജ് സേ ഹട്ട് ഗയി. ആദ്യം പറഞ്ഞതാണിത്, അതുകൊണ്ടാണ് സാറ് പറഞ്ഞു പോകുന്നത്.
തഫി ഉൻക 5 വർഷീയ ബേട്ട സ്റ്റേജ് पर आया. അപ്പോൾ അവളുടെ 5 വയസ്സുള്ള മകൻ സ്റ്റേജിലേക്ക് വന്നു. ഉസ്നെ ജാക്ക് ജോൺസ് ഗാന ഗായ. അവൻ ഏത് പാട്ടാ പാടിയേ? ജാക്സ് ജോൺസ് എന്ന് പറയുന്ന ഗാനം, അദ്ദേഹത്തിൻ്റെ ഗാനമാണ് പാടിയത്. ലോഗ് സ്റ്റേജ് पर पैसे ബൗച്ചാർനെ ലഗേ. ആളുകൾ സ്റ്റേജിലേക്ക് പൈസ വർഷിക്കുവാൻ തുടങ്ങി. തഫി ഉസ് ബാലകിനെ ഗാന രോക്ക് ദിയ. അപ്പോൾ ആ ബാലകൻ എന്ത് ചെയ്തു? പാട്ടു നിർത്തി. ഓർ പൈസ ബഡോറിനെ ലഗി. പൈസ വാരിക്കൂട്ടുവാൻ തുടങ്ങി, പിറക്കിയെടുക്കുവാൻ തുടങ്ങി. ഉസ്നെ കഹ ബഹലി പൈസ ബെഡരൂം ഫിർ ഗാവും. ആദ്യം ഞാൻ ഈ പൈസയൊന്ന് എടുത്തുകൊള്ളട്ടെ, പിറക്കിയെടുത്തോട്ടെ, പിന്നെ പാടാം. ഇസ് ബാത്തിനെ ഹാൾക്കോ ഹസി കർമ്മേം ബദൽ ദിയ. ഈ വാക്കുകളാണ് ആ ഹാളിനെ ഒരു ചിരി മന്ദിരമാക്കി മാറ്റി. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പോൾ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിനകത്ത് എഴുതിയെടുത്ത് പഠിക്കണം മക്കളെ, എഴുതിയൊക്കെ പഠിക്കണം കേട്ടോ മക്കൾ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് അംശ പഠിക്കർ ഉസ്കെ നീച്ചെ ദിയെ പ്രശ്നോ കെ ഉത്തർ ലിഖി. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. പാഠഭാഗത്തിൽ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് നോക്കിയേ. मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था. മാനേജർ ചാർലിയുടെ അമ്മയുടെ കൂട്ടുകാരുടെ അരികിൽ അഭിനയിക്കുന്നത് കണ്ടിരുന്നു. ഓർ വഹു ഉസേ സ്റ്റേജ് पर भेजने की सिद्ध करने लगा. അവനെ മാനേജർ അവനെ എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് പോകുവാനായിട്ട് ശാഠ്യം പിടിച്ചു. മാം ഡർ ഗയി. അമ്മ ഭയപ്പെട്ടു. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സുള്ള കുട്ടി ഉഗ്രമായ ഇതിനെ, ഈ ഫീഡിനെ, ഈ ജനക്കൂട്ടത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് അമ്മയുടെ ഭയം. അപ്പം മാം കെ ഡർ കാ കാരൺ ക്യാ ഹേ? എന്താ അമ്മ ഭയപ്പെടാനുള്ള കാരണം? എന്താ കാരണം? മാം കെ ഡർ കാ കാരൺ ക്യാ എന്താണ്? 5 साल का बच्चा इस उग्र भीड़ को कैसे झेल पाएगा. അതാണ് ഭയപ്പെടാനുള്ള കാരണം. മനസ്സിലായോ? അതാണ്. അതിൻ്റെ തുടർന്നുള്ള ആൻസർ നോക്കിയേ. മാനേജർ चार्ली को स्टेज पर भेजने की सिद्ध करने लगा. मां बहुत डरी हुई. अम्मा भयപ്പെട്ടു. मैनेजर और चार्ली की माम के बीच हुए संभावित बातचीत लगी. അമ്മയും മാനേജറും തമ്മിലുള്ള ആ സമയത്തുള്ള വാർത്താലാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. മാനേജറാണ് ആദ്യം സംസാരിക്കുന്നത്. ജി അബ് ക്യാ കഹരികി ഹേ? എന്താണ് പറയുന്നത്? എന്തെങ്കിലും പറഞ്ഞു കാണും. എന്താ മകനെ വിടത്തില്ലെന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് മാനേജർ ചോദിച്ചത്, ജി ആപ് ക്യാ കഹരികി ഹേ? മാം മുझे तो डर लगता है, मुझे तो डर लगता है. എനിക്കാണ് ഈ പേടി വരുന്നു. മാനേജർ ഡർനേക്ക് കോയി ബാത്ത് നഹി. ഭയപ്പെടേണ്ട കാര്യമില്ലെന്നേ. ധൈര്യം സംഭാലോ, ധൈര്യം സംഭരിക്കൂ. സബ് ടീക്ക് ഹോ ജായേഗ. എല്ലാം ശരിയായിക്കോളൂ. മാവന്നരം പറഞ്ഞു, ചാർലി ചോട്ടാ ഹേ, ഇത്തിരി ബെഡി ഫീഡ്. എന്നിട്ടൊരു അതിശയത്തിനുണ്ട്. ചാർലി ഒരു കൊച്ചുകുട്ടിയല്ലേ, ഇത്തിരി ബെഡി ഫീഡ്, ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെയോ? മാനേജർ കോയി ബാത്ത് നഹീം, വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ചാർലിക്കോ മൈ ജാൻതാ ഹും, ചാർലി എനിക്കറിയാം. വഹ അച്ഛ പ്രോഗ്രാം ചലായേഗ, അവൻ നല്ല പ്രോഗ്രാം അവൻ അവതരിപ്പിക്കും. മാം മേരെ മന്മയും ഡർത്തോ ഹേ, എൻ്റെ മനസ്സിൽ പേടിയായി ഇപ്പോഴും. തും വിശ്വസ്തു ഹോ, താങ്കൾക്ക് വിശ്വാസമാണെങ്കിൽ തോ കുച്ചനെ കുച്ച് കറി എന്തെങ്കിലും ചെയ്തോ. മാനേജർ ടീക്ക് ഹേ മാഡം, ശരി മാഡം. മാം അന്നേരം എന്ത് പറഞ്ഞു? ഓക്കെ അല്ലെങ്കിൽ ജി ഹാ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, നല്ല ഭംഗിയായിട്ട് പഠിക്കണേ മക്കൾ വരെയത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, പരീക്ഷാ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സംബന്ധ് ബഹഞ്ചാനി ഓർ സഖി മിലാൻ കരി. ബന്ധം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥമായിട്ടുള്ളതിനെ യോജിപ്പിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ചാർലിനെ ഗാന രോക്ക് ദിയ ഓർ കോക്ഷണാക്കി. അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നോക്കിയേക്കേ, ഓർ മാം ആക്രി ബാർ, അമ്മ അവസാനമായിട്ട് വന്നു. മാനേജറേക്ക് രൂമാൽ ലേക്കറായ, ബഹലെ മൈ ഏ പൈസെ ബെഡാരൂങ്ക.
അതിൻ്റെ ഇത് ആദ്യം ഞാൻ ഈ മാനേജർ തുവാലിയുമായി വന്നു, അതിന് നേരെ കിടക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. ബഹലേമായി പൈസ ബെഡാരൂങ്ക, ആദ്യം ഞാൻ ഈ പൈസയൊന്ന് പിറക്കി എടുത്തുകൊള്ളട്ടെ. ചാർലി സ്റ്റേജ് പർ ബഹലി ബാറായ, ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന് കിടക്കുന്നൊക്കെ ഓർ പൈസ ബെഡോറിനെ ലഗ, പൈസ പറക്കുവാൻ തുടങ്ങി, വാരിക്കൂട്ടുവാൻ തുടങ്ങി. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ചാർലിനെ ഗാന രോക്ക് ദിയ ഓർ കോക്ഷണാക്കി, എന്താണ് അവൻ അനൗൺസ് ചെയ്തത്? ഓർ എന്താ എഴുതിയത്? ബഹലെ മൈ പൈസ ബെഡാരൂങ്ക, ആദ്യം ഞാൻ ഈ പൈസയൊന്ന് വാരിക്കൂട്ടിക്കോട്ടെ. അപ്പോഴാണ് ഹസി കർമ്മയും തബ്ദീൽ കർദിയ, അവൾ ചിരിമന്ദിരമാക്കി മാറ്റിയത് അത് പറഞ്ഞപ്പോൾ. അപ്പം മാനേജറേക്ക് രൂമാൽ ലേക്കറായ, എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം മാനേജർ വന്നിട്ട് ഒരു കർച്ചീഫുമായി വന്നിട്ട് ഈ പൈസ ബെഡോറിനെ ലഗ, ഈ പൈസ എല്ലാം കൂടെ വാരിക്കൂട്ടാൻ തുടങ്ങി. ഓക്കെ. ചാർലി സ്റ്റേജ് പർ ബഹലി ബാറായ, അമ്മയോ ഓർ മാം ആക്രി ബാർ, അമ്മ അവസാനമായിട്ടും. ചാർലി ആദ്യമായിട്ടും വന്നു, അമ്മ അവസാനമായിട്ടും വന്നു. പിന്നെല്ലാം ചാർലിയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ മനസ്സിലായ മക്കളെ? ലെഗിൻ്റെ പ്രയോഗം ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാലി चार्ली की माम इस दिन डायरी लिख रही है, उसने डायरी में क्या क्या लिखा होगा? ചാർലിയുടെ അമ്മ ഡയറി എഴുതി. ഡയറിയിൽ എന്തായിരിക്കും എഴുതിയത്? കൽപ്പനാക്കർക്ക് ലിഖി, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് തയ്യാറാക്കുക. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്ത് വേണം? ഡേറ്റ്, ദിവസം, വർഷം എല്ലാം വേണം. അപ്പം 20 അഗസ്റ്റ് ആണല്ലോ. എന്നിട്ടോ 2017 എന്താ? 2017 15 16 17 കണ്ടല്ലോ. രവിവാർ, അതിനോട് ചേർന്ന് തന്നെ എഴുതാം രവിവാർ. ആജേക്ക് അപ്പം പറഞ്ഞു ഇന്നൊരു അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു. മൈ സ്റ്റേജ് പർ ഗാരഗീതി, ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൽ. അചാനക് മേരി ആവാസ് പടുക്കർ ഫുസ്ഫുസാഗഡമേം തബ്ദീൽ ഹോഗേ, യാദൃശികമായി എൻ്റെ ആവാസ് ഇടറിയിട്ട് എന്തായി മാറി? പിറുപിറുപ്പായി മാറി. ലോഗ് ചില്ലാനെ ലഗെ, ആളുകൾ കൂകി വിളിക്കുവാൻ തുടങ്ങി. തബ് മാനേജർ കോ മേരാ ബേട്ട ചാർലി കോ സ്റ്റേജ് പർ ഭേജന പട, അപ്പോൾ മാനേജർ എൻ്റെ കുട്ടിയായ ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. ചാർലിനെ മഷ്കൂർ ഗീത്, പ്രസിദ്ധമായ ഗീതമായ ജാക്ക് ജോൺസ് ഗാന ശുരു കിയ, ജാക്ക് ജോൺസ് ഗാനം പാടാൻ തുടങ്ങി. ഓർക്കസ്ട്ര വാലെ ഉസ്ക ഗാന സജാനെ ലഗ, ഓർക്കസ്ട്ര വാല അവൻ്റെ പാട്ട് അലങ്കരിക്കുവാൻ തുടങ്ങി, അത് ക്ലിയറാക്കുവാൻ തുടങ്ങി. ഗാന ആദാഹി ഹുവാദ, പാട്ട് പകുതിയായപ്പോൾ കി സ്റ്റേജ് पर पैसों की बौछार शुरू हो गई, പൈസയുടെ വർഷമുണ്ടായി. ചാർലിനെ പൈസോं को ബെഡോറിനെ ചാഹ, ചാർലി പൈസ പിറക്കിക്കൂട്ടുവാൻ ആഗ്രഹിച്ചു. पर मैनेजर ने एक रूमाल लेकर पैसों को ബെഡോർ കർ മുझे സൗംപ് ദിയ, അപ്പോൾ മാനേജർ ഒരു കർച്ചീഫുമായി വന്നിട്ട് പൈസ കൂട്ടി ശേഖരിച്ചിട്ട് എന്നെ സൗംപ് ദിയ, ഏൽപ്പിച്ചു. മേരാ പ്യാരാ ബേട്ട അപ്പനാ ഗീത് സേ ഹാൾ കോ ഹസി കർമ്മയും തബ്ദീൽ കർ ദിയ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി തൻ്റെ ഗീതം കൊണ്ട്, പാട്ടുകൊണ്ട് ഹാളിനെ ഒരു ചിരി മന്ദിരമാക്കി മാറ്റി. ഐസ നഹി കിയാത്തോ, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ക്യാക്കരെ, എന്തു ചെയ്യുമായിരുന്നു? ആജ് കാ ദിൻ മൈ കഫീഫി ഫൂലൂങ്കി, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. മക്കൾ, ഇതിൽ നിന്ന് അഡീഷണൽ ക്വസ്റ്റ്യൻസൊക്കെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ലേബർ ഇന്ത്യ കിട്ടുന്നുണ്ട്, സ്കൂൾ മാസ്റ്റർ കിട്ടുന്നുണ്ട്, മറ്റു കിട്ടുന്നുണ്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. പിന്നെ ഒടുവിൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കും. തീർച്ചയായും 10ാം സ്റ്റാൻഡേർഡിലെയും ഒക്കെ സ്കൂൾ തുറന്നേ പറ്റൂ. അപ്പോൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്കിതെല്ലാം ആവർത്തിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോഡലെല്ലാം സാറ് പഠിപ്പിക്കും. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, മക്കളുമാരെ നല്ലോണം പഠിക്കണം. ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ഇത്രയും കൃത്യതയോടെ എഴുതിയെടുത്തിരിക്കണം മക്കളുമാരെ. ഓക്കെ, താങ്ക് യു, ധന്യവാദ്.